ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേന് കിട്ടുന്നത് നമുക്കങ്ങ് ചോദിക്കാം. പിന്നെ നമ്മൾ നടന്നു ചെല്ലുമ്പോഴത്തേന് എന്താ ഇടി വെട്ടേണ്ട തലേ പാമ്പ് അടിച്ച അവസ്ഥ. എൻ്റെ ഇതെന്തോന്ന് അവസ്ഥ, 4 ബോർഡ് പെമ്പിള്ളേരൊക്കെ കൊടുത്ത് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോയതിൻ്റെ മറ്റൊരവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പൊ അവരോട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു, സംഭവം കൈവിട്ടു പോയി. നമുക്ക് 2 ചേട്ടന്മാരെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ഉള്ള കുറേ സംഭവങ്ങൾ, അതിൻ്റെ ബാക്കിൽ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സംഭവങ്ങളെല്ലാം സെറ്റ് ആക്കിക്കൊണ്ടുണ്ട്. നമ്മളിപ്പം ബേക്കൽ ബീച്ച് പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അകത്തേക്ക് കയറണം. ഇന്ന് സൺഡേ ആണ് കേട്ടോ, അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റ് തുടങ്ങും. അപ്പം അതിൻ്റെ തിരക്കിലാണ്, ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ വെച്ചേക്കാം. അപ്പോൾ വീഡിയോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകണേ. ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല, ചോദ്യമൊക്കെ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നൊന്നും പ്ലാൻ ആക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേന് കിട്ടുന്നത് നമുക്കങ്ങ് ചോദിക്കാം. ഓക്കെ, അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാനിങ്. ഓക്കെ, ഇനി നമുക്ക് സംഭവം സെറ്റാക്കാം. ഓക്കെ, പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടേ നമ്മൾ ആദ്യം ചോദ്യം ചോദിക്കുമ്പോഴത്തേന് ഫസ്റ്റ് ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം പോയി കിട്ടിയാൽ പിന്നെ ഓക്കെയാണ്, ബാക്കിയെല്ലാം സ്മൂത്താണ്. അതായത് നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് അത് എങ്ങനെ അവർ നമ്മളെ റെസ്പോൺസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല, ബാക്കി നമ്മൾ ചില്ലാണ് കേട്ടോ, ഞാൻ ഓക്കെയാണ്. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ, അതായത് പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു വീഡിയോസൊക്കെ ഇവരുടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ ഒരു പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വരുവേ, കയറി കാണണേ. ഇത് ഫുൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ കയറി കാണും, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അളിയംബ്രോയാണ്, ആദർശുണ്ട്. ആദർശ, ഇങ്ങനത്തെ ഒരു സംഭവം പബ്ലിക് ഒപ്പീനിയനിലേക്ക് പോകുമ്പോഴത്തേനും നിനക്ക് ടെൻഷൻ ഉണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേനും? എനിക്കെന്തിനു ടെൻഷൻ? എനിക്കല്ല ടെൻഷൻ വരണ്ടേ. ടെൻഷനായിട്ടല്ല, നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേനുള്ളൊരു കാര്യം എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മളെ ഏത് രീതിയിൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറച്ചൊന്ന് എല്ലാവരും ഒന്ന് കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കേട്ടോ. ഇത് അമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു എനർജി കുറവ് എന്തോ എവിടെ ഉണ്ട്. കാരണം എന്തെങ്കിലും ഉണ്ടോ അപ്പം ഞാൻ അല്ലേ അമ്മൂട്ടി, അതെ എന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മൂട്ടി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേന് എന്തൊക്കെയാണ് സംഭവം എന്ന്. 2 മൈക്കുണ്ട്, ഒന്ന് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ഒന്ന് എനിക്കുള്ളത്. അങ്ങനത്തെ 2 സംഭവമുണ്ട്. എടി ഫൈൻ. അങ്ങനെ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകണേ. നമുക്ക് ഏത് ഭാഗത്തേക്ക് പോകണം? എങ്ങോട്ട് വേണമെങ്കിലും പോകണേ. ബീച്ചിലേക്ക് കയറിയാൽ പോരാ, നമ്മൾ ബീച്ചിലേക്ക് പോകണം. ബീച്ചിൽ പോയിട്ടാണ് ബാക്കി പരിപാടി. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഹലോ, എല്ലാം കേൾക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങാം. ഞാൻ ആദ്യം ചുറ്റും ഒന്ന് വീക്ഷിച്ചു കേട്ടോ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങാമെന്ന്. അപ്പം കുറച്ച് ചെക്കന്മാരെ അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് കേട്ടോ, അവന്മാരുടെ അടുത്ത് നിന്നിട്ട് തുടങ്ങാമെന്ന് വെച്ചു. പതിവ് പോലെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ശരിക്കും എനിക്ക് ആദ്യം തന്നെ തോന്നക്കര പഞ്ചായത്തിലാരും വഴി ഞാൻ പെറുക്കിയെടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം തെറ്റിപ്പോയി, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഫുൾ കംപ്ലീറ്റ് പിടിച്ചു. നിങ്ങൾ നോക്കി, വലിയൊരു ഗ്യാങ് ആയിരുന്നു കേട്ടോ. ഈ ഗ്യാങ്ങിൻ്റെ കൂടെ കുറേ ടീമൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാം ഒരുമിച്ച് കൂടി നമ്മൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പൊളിക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവരോട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പതിയെ ഓരോരുത്തർ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. മേ ബി ചിലപ്പം ക്യാമറ ഫേസ് ചെയ്യാനുള്ള അതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവമേ ഞാനും ഇനി പറയണോ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം. എനിവേ എന്തായാലും ഇവർ നല്ല ചില്ലായിരുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് അത് പോയി കേട്ടോ. കാരണം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് ഓരോ സംഭവങ്ങളും ഞാൻ ചോദിക്കുന്നതിന് ഇങ്ങനെ ആൻസർ പറയുന്നു, ഞാൻ പിന്നെയും ചോദിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ് എന്ത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെറ്റായ കേട്ടോ. ശരിക്കും എനിക്ക് ആ ട്രാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അവന്മാരും ഓക്കെ കേട്ടോ. അവന്മാരെല്ലാവരും ചങ്ങായിമാരെല്ലാം ഒരുമിച്ച് വന്ന് പിന്നെ നല്ല ജോളിയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് ശരിക്കും ഫുൾ ഞാൻ ഓണായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവന്മാരെല്ലാവരും ഫുൾ ഓണായിരുന്നു കേട്ടോ. ഫുൾ എന്താണ്, റാപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടീംസാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആയിട്ട് സംസാരിച്ചത്, ഇതിന് ഈ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി പോയതിൽ എനിക്ക് ഭയങ്കര നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി കേട്ടോ. ഇവിടുന്ന് അവരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ ഈ ഒപ്പീനിയനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വളരെ ലളിതമായിട്ട് ആ ചേട്ടൻ എന്നോട് ആൻസറൊക്കെ പറഞ്ഞു കേട്ടോ. ഇനിയാണ് മക്കളെ കളി മാറുന്നത്. ഓരോരുത്തരെ ഞാൻ പുറകെ പോയി വിളിക്കുകയാണ് കേട്ടോ. ഒന്ന് നിൽക്കാമെന്ന് പോയി വിളിച്ച് നിർത്തിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഇതാണ് അവസ്ഥ.
ഇവിടെയാണ് വീണ്ടും ഒരു കോമഡി സംഭവിച്ചത് കേട്ടോ. ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു, കാര്യം പറഞ്ഞ് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേന് സംഭവം കൈവിട്ടു പോയി. നമുക്ക് 2 ചേട്ടന്മാർ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ അവരോടും ഒപ്പീനിയനൊക്കെ ചോദിച്ച് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാൻ ആൾക്കാരെ ഇങ്ങനെ തപ്പി പോവാണ്. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? പക്ഷേ ഇവർ പക്ക ജോളിയായിരുന്നു കേട്ടോ. ഫുൾ എനർജി ആയിട്ട് എന്നോട് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നേര് നമുക്ക് ബീച്ച് ഉസാറാക്കാം. അറ്റ് ലാസ്റ്റ് ആണ് ഇവർ ആ നഗ്ന സത്യം എന്നോട് പറഞ്ഞത്. ഇവർ നമ്മുടെ വീഡിയോയും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി നമ്മൾ സീരിയസ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമുക്ക് കറക്റ്റ് പോയിന്റ്സ് ഒക്കെ അവരോട് ചോദിച്ച് അവരുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുകയും വേണം. പക്ഷേ അതിനായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേന് സംഭവിച്ച വേറൊരു കഥയുണ്ട്. ദൈവമേ, ഇംഗ്ലീഷുകാരൊന്നും ആകരുതേ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് ഏറിയത് സിംഹത്തിൻ്റെ മടയിൽ ദാ കിടക്കുന്ന സവാള വട. പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് വന്നു. പുള്ളിക്ക് മലയാളം അറിയാൻ മേല. പുള്ളിക്കാരനോട് ഇംഗ്ലീഷ് സംസാരിക്കണം. അറ്റ് ലാസ്റ്റ് എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം അതും നമ്മളൊന്ന് ഒതുക്കി തീർത്തു. ഒന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നടന്നു ചെല്ലുമ്പോഴത്തേനും ഇടിവെട്ടേൻ്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയെ ഞാൻ ഹായ് ചേട്ടാ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേന് സംസാരിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗൊത്തില്ലേ, മലയാളം ഗൊത്തില്ലേ. എലുവല്ലു എന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അവർക്ക് എൻ്റെ ആക്ഷനാണോ എൻ്റെ ഫേസിൽ എക്സ്പ്രഷനാണോ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് സംഭവം മനസ്സിലായി. അവർക്ക് എനിക്ക് എന്തൊക്കെയോ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളെ ഇവിടെ ഒപ്പീനിയൻ ചോദിച്ച് പോയി പറ്റിപ്പോയ അവസ്ഥ എന്ന് പറയാം. പല ലാംഗ്വേജുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കാണുമ്പോഴത്തേ നമുക്ക് ആകെ ഡൗട്ടായി പോകും. അപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇവർ ഇംഗ്ലീഷുകാരാണ് അല്ലെങ്കിൽ ഇവർ കന്നഡക്കാരാണ് തമിഴരാണെന്നൊക്കെ മനസ്സിലാവും. ആകെ പെട്ടുപോകും കേട്ടോ. ആ സമയത്ത് തോന്നക്കര പഞ്ചായത്തിൽ അരി മുഴുവൻ പെറുക്കിയെടുക്കും. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എൻ്റെ ഇതെന്തോന്ന് അവസ്ഥ. 4 പാട് പെമ്പിള്ളേരൊക്കെ കൊടുത്ത് ഇത് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോയതിൻ്റെ മറ്റൊരവസ്ഥയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നേരെ ഒരു കുഞ്ഞുമോളുടെ ഒരു ഡാൻസ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ആ കുഞ്ഞുമോളുടെ പേരൊക്കെ ചോദിക്കാമെന്നൊക്കെ വിചാരിച്ച് അവളോട് പേരൊക്കെ ചോദിച്ചു. അവരുടെ ആ ഫാമിലിയുടെ ഒരു ഒപ്പീനിയനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് നോക്കി അപ്പുറത്തൊരു കുഞ്ഞുമോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവളെ വീഡിയോയിലൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഞാൻ പതിയെ അപ്പുറത്ത് നിന്നിട്ട് പരിചയമൊക്കെ പെട്ടു. അവളോടൊരു പാട്ടൊക്കെ പാടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നപ്പോഴത്തേന് നല്ല കിഡിലൊരു എനർജറ്റിക് ഫാമിലീനെ എനിക്ക് കിട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടനും കുറച്ച് കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് അവർ ഫുൾ വൈബായിരുന്നു കേട്ടോ. ശരിക്കും അറ്റ് ലാസ്റ്റ് നമ്മുടെ എൻഡിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് പവറായിട്ടൊരു ടീമിനെ കിട്ടിയത് കേട്ടോ. എല്ലാവരും പവർ തന്നെയായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് പേരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇവർ ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. ചേട്ടന്മാരൊക്കെ പവറായിരുന്നു കേട്ടോ. ചേട്ടൻ എല്ലാവരോടും വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും പിടിച്ച് നിർത്തി, പിള്ളേരൊക്കെ നിർത്തി. ലാസ്റ്റ് ഞങ്ങൾ ഒരു കാച്ചങ്ങ് കാച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തുടങ്ങുമ്പോഴത്തേനുള്ളൊരു ചെറിയ ചടപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോഴത്തേന് ഒരു ചെറിയൊരു സംഭവമുണ്ട്, ഒരു ചെറിയ ചടപ്പ്. അത് മാറിക്കോളും. അത് പിന്നെ അങ്ങ് ഓക്കെ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഇരുട്ടായി. മോനെ എങ്ങനെ ഉണ്ടായിരുന്നടാ എൻ്റെ പെർഫോമൻസ്? ഓക്കെ. സോ അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വിടുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കുമ്പോഴത്തേന് നമുക്കുള്ളൊരു ഫീല്. കാരണം ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്നുള്ള സംഭവമൊക്കെ ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബീച്ച് വെസ്റ്റിൻ്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിനകത്ത് കുറച്ച് നല്ല വൃത്തിക്കുണ്ടായിരിക്കും. ഇതിനകത്ത് മാക്സിമം കട്ടിങ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.